യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് 5-ാമത്തെ വെള്ളിയാണ്, നിയോഗ വെള്ളി. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഉദ്ദേശങ്ങളും ദൈവത്തിന് സമർപ്പിക്കുക. ഓർക്കുക പ്രിയമുള്ളവർ, നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പദ്ധതികളും സമർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നമ്മുടെ തമ്പുരാൻ്റെ പദ്ധതിയുമായി ചേർത്ത് വയ്ക്കുന്നതായിരിക്കണം. ഓർക്കുക, ഒരു സമർപ്പണമാണ്. ഈ സമർപ്പണം ഒരു പരാജയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ധീരമായ പ്രവൃത്തിയാണ്. എൻ്റെ കഴിവുകളും എൻ്റെ ബുദ്ധിയെയും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും സമയത്തിനും പൂർണ്ണമായി ആശ്രയിക്കേണ്ടത് അനിവാര്യമാണ്. പ്രിയമുള്ളവർ, ഇവിടെ എൻ്റെ ഇഷ്ടം എന്നതിൽ നിന്ന് നിൻ്റെ ഇഷ്ടം എന്നതിലേക്ക് മാറുക. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ മാറണം. ആ ഉദാഹരണമാണ് ഗെത്സമൻ തോട്ടത്തെ പ്രാർത്ഥന. യേശുവിൻ്റെ പ്രാർത്ഥന ഇത് പ്രതിഫലിപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ നിയോഗ വെള്ളിയിലൂടെ എൻ്റെ നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇന്ന് പ്രത്യേകിച്ച് ആദ്യമായിട്ട് അക്ഷരം കുറിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് നിങ്ങൾ ക്ഷണിക്കുക. ഏതാവശ്യത്തിലേക്കും കർത്താവ് നിൻ്റെ നിയോഗം സ്വീകരിക്കും. നിയോഗം സ്വീകരിച്ചിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും. അപ്പം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, വ്യക്തിപരമായ ഇടപെടലിൻ്റെ ഒരു നിമിഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളെ കർത്താവ് ശക്തമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.